പോലീസ് കസ്റ്റഡിയിലുണ്ടാകുന്ന മരണങ്ങൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല, പോലീസിനെക്കുറിച്ച് മോശമായ പൊതു ജനാഭിപ്രായം ഉണ്ടാക്കുവാനും ഇടയാക്കുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ 3-4 ലോക്കപ്പ് മരണങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പങ്കെടുത്ത പോസ്റ്റ്മോർട്ടങ്ങളൊന്ന് തിരുവനന്തപുരം ഫോർട്ട് ഹോ പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു ലോക്കപ്പ് മരണത്തിൻ്റേതായിരുന്നു. വിക്രമനാചാരിയുടെ മരണം. ഫോറൻസിക് മെഡിസിൻ വകുപ്പിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏറെ നാളായിട്ടില്ല. പ്രൊഫസർ കന്ദസ്വാമിയുടെ ശിക്ഷണത്തിൽ എല്ലാത്തരം മെഡിക്കോ ലീഗൽ കേസുകളും കൈയാളുന്നതിനുള്ള പരിശീലനം നടക്കുന്ന കാലം. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ട ഒരു പാവപ്പെട്ടവൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത അനുഭവം ഒരിക്കലും മറക്കാനാവില്ല. കസ്റ്റഡി മരണം അതിനു മുമ്പ് അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കേസിൽ പ്രതിയായ 45-കാരനായ വിക്രമനാചാരി എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടിച്ചു. ലോക്കപ്പിൽ വെച്ച് അയാളെ കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ഉടൻ തന്നെ പോലീസ് ജീപ്പിൽ അയാളെയും കൊണ്ട് ഫോർട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഇനി ചികിത്സിക്കേണ്ടതില്ലെന്നും ആൾ മരിച്ചു കഴിഞ്ഞെന്നുമാണ് പോലീസുകാരോട് ഡോക്ടർമാർ പറഞ്ഞത്. പോലീസ് മർദ്ദനം കൊണ്ടാണ് വിക്രമനാചാരി മരിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ കക്ഷി നേതാക്കളുടെയും ആരോപണം. പിറ്റേ ദിവസം RDO പ്രേത വിചാരണ നടത്തി. വൈകാതെ ജഡം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അപ്പോഴേക്കും ശക്തമായ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പ്രൊഫസർ കന്ദസ്വാമിയോടൊപ്പം ഞാനും കൂടി. ലോക്കപ്പ് മരണം അന്വേഷിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കുന്ന 1000-ഓളം പേർ വരുന്ന ജനങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ മോർച്ചറിലേക്ക് കയറിയത്. പോലീസുകാർ വിക്രമനാചാരിയെ ഇടിച്ചു കൊന്നതാണെന്ന നാടൊട്ടുക്ക് സംസാരമുണ്ടായിരുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം തുടങ്ങിയത്. തലമുടി നാരിഴ മുതൽ കാൽപാദം വരെ ഞങ്ങൾ അരിച്ചുപറക്കി പരിശോധിച്ചു. അടിയുടെയോ ഇടിയുടെയോ യാതൊരു ലക്ഷണവും കാണാൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ ഇടിയേൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളുടെ തൊലിയുടെ ഓരോ അടുക്കും കയറി മുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും ലോകമരണത്തിൻ്റെ തെളിവൊന്നും കിട്ടിയില്ല. എങ്കിൽ പിന്നെ എന്താണ് മരണകാരണം? ആന്തരികാവയവങ്ങളുടെ പരിശോധന ആരംഭിച്ചു. ആചാര്യയ്ക്ക് ലോക്കപ്പിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്ന പ്രേതവിചാരണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഹൃദയം വിശദമായി പരിശോധിച്ചു. മരിച്ചയാളുടെ പ്രധാനപ്പെട്ട ഹൃദയധമനിയിൽ രക്തം കട്ടപിടിച്ചു കിടക്കുന്ന കൊറോണറി ത്രോംബോസിസ്. ഹൃദയത്തിൻ്റെ ധമനികളിൽ വ്യാസം ധമനി രോഗം മുതൽ വളരെ ചുരുങ്ങിയിരിക്കുന്നു. മരണകാരണം ഹൃദയരോഗമാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. മോർച്ചറിയിൽ നിന്നും ഞാനും പ്രൊഫസർ കന്ദസ്വാമിയും പുറത്തേക്കിറങ്ങി. ജനക്കൂട്ടം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഉരുട്ടിക്കൊലയാണോ എന്നറിയാനുള്ള ഉദ്യോഗത്തിലായിരുന്നു ഏവരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനും ബന്ധപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർക്കും മാത്രമേ നൽകാവൂ എന്നാണ് നിയമം. മറ്റാരോടും വെളിപ്പെടുത്തിക്കൂടാ. പക്ഷേ ശുദ്ധഗതികാരനായ പ്രൊഫസർ കന്ദസ്വാമി മുന്നിൽ കണ്ട ചില നേതാക്കളോട് മരണകാരണം വെളിപ്പെടുത്തി. ഞങ്ങളും പോലീസും ഒത്തുകളിച്ചെന്നായി പിന്നീടുള്ള ആരോപണം. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, ജനക്കൂട്ടത്തിൻ്റെ രോക്ഷത്തിൽ നിന്നും ഒരുവിധം ഞങ്ങളൊന്ന് രക്ഷപ്പെടുകയായിരുന്നു. CPM നേതാക്കളായിരുന്ന ശ്രീ കാട്ടായിക്കോണം ശ്രീധർ, ശ്രീ ആവണാക്കുഴി സദാശിവൻ എന്നിവരൊക്കെയായിരുന്നു പ്രതിഷേധക്കാർക്ക് നേതൃത്വം നൽകിയിരുന്നത്. പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും വിക്രമനാചാരിയുടെ കൊലപാതകം വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോക്ടർ കന്ദസ്വാമിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ എന്നെയും അസ്വസ്ഥനാക്കി. കൊറോണറി ത്രോംബോസിസ് എന്ന മരണകാരണം ഫോറൻസിക്സ് വിദഗ്ധന്മാരെ കളിയാക്കാനുള്ള ഒരു പദപ്രയോഗമായി മാറി. തനി നിറം എന്ന പത്രത്തിൽ ഡോക്ടർ കന്ദസ്വാമിയെ പരിഹസിച്ചു വരച്ച PK മന്ത്രിയുടെ കാർട്ടൂണുകൾ വരെ പ്രത്യക്ഷപ്പെട്ടു. ഫോറൻസിക് മെഡിസിൻ്റെ വകുപ്പിൽ ഇനിയും തുടരണമോ എന്ന് ആലോചിക്കണമെന്ന് എൻ്റെ അച്ഛൻ എന്നോട് ഉത്കണ്ഠയോടുകൂടി പറഞ്ഞു. സത്യം അംഗീകരിക്കപ്പെടാത്തതിൽ ദുഃഖം തോന്നിയെങ്കിലും സത്യത്തിന് വേണ്ടി എപ്പോഴും നിലകൊള്ളണമെന്നും ആരോപണങ്ങൾ സതീരണം നേരിടണമെന്നുള്ള ഒരു വാശിയാണ് എനിക്കുണ്ടായത്. ഇന്നുവരെ ആ പാന്താവിൽ നിന്നും തെല്ലും വ്യതിചലിച്ചിട്ടില്ല എന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയട്ടെ. എൻ്റെ ഫോറൻസിക് മെഡിസിൻ ഫോർ ദി പോലീസ് എന്ന പുസ്തകത്തിൽ അവതാരികയിൽ ബഹുമാന്യനായ ജസ്റ്റിസ് ശ്രീ KT തോമസ് ഇപ്രകാരം എഴുതി: The opinion given by him in a number of cases gave me the impression that he is not only an expert in the subject, but one who dauntlessly gives his opinion unmindfully of public opinion built up by any media publication. He would dare to face any consequence for steadfastly adhering to his conviction formed from the data available. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ ന്യായാധിപനായിരുന്ന സുപ്രസിദ്ധ ക്രിമിനൽ നിയമ പാടുവായ നിഷ്പക്ഷമതിയായ ആ മഹാന്റെ പ്രസ്താവനകൾ എന്നെ ധന്യനാക്കുന്നു. മൃദുഭാവേ ദൃഢകൃതേ.
ഇതാണ് മൂന്നാമത്തെ അധ്യായം, ലോകകപ്പ് മരണങ്ങളിലെ ആദ്യത്തെ അധ്യായം.